ഒക്കെ ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുകൊടുക്കാറുണ്ട്. അപ്പൊ അവര് എപ്പോഴും ഇന്നെ കളിയാക്കും കേട്ടോ, ബാക്കിയുള്ളതൊക്കെയാണ് കൊടുന്നു തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് പോണ വീഡിയോ ആണ് കേട്ടോ. അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു 4 ദിവസം വീട്ടിൽ നിൽക്കും കൂടി ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ മാസം ലാസ്റ്റ് നമ്മുടെ താത്താനി ബേബിനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിസുമോളിന്റെ വീട്ടിലേക്ക് പോരുമെന്ന് എന്റെ സംശയമാണ് ബേബിനെ കണ്ടാല്. അപ്പൊ എന്തായാലും പോകുമ്പോ കുറച്ച് ദിവസം വീട്ടിൽ വിരുന്ന് നിൽക്കാന്ന് കൂടി വിചാരിച്ചു. അപ്പൊ കേക്ക് കട്ടിങ്ങും ബാക്കിയുള്ള വിശേഷമൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ നെറ്റി ബബിൾ കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യത്തെ ബർത്ത്ഡേ ആണെങ്കിലും അനിയത്തിയാണ് കേട്ടോ ഫ്ലേവറൊക്കെ പറഞ്ഞു തരാറുള്ളത്. അവൾക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അത് പറയുകയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതൊക്കെ എപ്പോഴും കാണിക്കുന്നതല്ലേ, അപ്പൊ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഈ കേക്ക് ഉണ്ടാക്കിയപ്പോഴേ കുറച്ച് ക്രീം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഒരു ഡ്രസ് ലെറ്റേഴ്സ് പോലെ ഒപ്പിച്ചതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുകൊടുക്കാറുണ്ട്. അപ്പോൾ അവർ എപ്പോഴും എന്നെ കളിയാക്കും കേട്ടോ, ബാക്കിയുള്ളതൊക്കെയാണ് കൊടുന്നു തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒരുവിധമുള്ള ഹോം ബേക്കേഴ്സൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ലേ, വീട്ടിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കില്ലേ. അപ്പം ഞാനെപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യലുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പൊ ഇതിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മറ്റുള്ള മുരിങ്ങയും അതേപോലെ തന്നെ വേപ്പിൻ്റെയൊക്കെ കൊണ്ടുവരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പിന്നെ ഞാൻ ഒരു ദിവസത്തിന് നിൽക്കാൻ പോവുകയാണെങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടാവും കേട്ടോ, കുട്ടിക്കുള്ള ഐറ്റംസ് ഒക്കെ. എനിക്ക് അതൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ ബാഗിലാക്കിയിട്ട് എപ്പോഴും കൊണ്ടുപോകും. പിന്നെ അവിടെ ഉള്ളവരൊക്കെ കളിയാക്കും കേട്ടോ, ഇങ്ങനെ എത്ര ലഗേജ് ഒക്കെ കൊണ്ടുപോകുന്നത് പറഞ്ഞിട്ട്, എത്ര ദിവസത്തിനാന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും കുറച്ച് സാധനങ്ങളൊക്കെ. എനിക്കതില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞു. ആ കാലില ചെരുപ്പിടുക, അങ്ങനെ ചെരുപ്പിടുക അറിയില്ലേ. ആരെ ബേഗ് അപ്പൊ തോളിലിട്ടിക്കണ്? ചെറുതാക്കിയോ? നാളെ വരാട്ടോ, വരൂല. നാളെ വാടി അതൊറ്റക്ക് പോകണോക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ.
അങ്ങനെ ഇതേ ഉമ്മ വന്ന ഉടനെ തന്നെ ലിസുമോൾക്കും അതുപോലെ തന്നെ അനിയത്തിക്കൊക്കെ ഫുഡ് വാരി കൊടുക്കുകയാണ്. അവരെല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ കുറച്ചുള്ളൂ കേട്ടോ കഴിക്കുക, കൂടുതൽ സംസാരക്കാരം. അപ്പോൾ ഉമ്മ അവർ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് വാരി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ കേക്ക് കട്ട് ചെയ്യാനൊപ്പം നമ്മുടെ ലിസുമോൾ ഉണ്ടാവും കേട്ടോ. അവൾക്ക് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര പരാതിയായിരിക്കും. അങ്ങനെ ലിസുമോളാണ് കേട്ടോ എനിക്കും ഉപ്പാക്കും ഉമ്മാക്കൊക്കെ കേക്ക് തരുന്നത്. ഇത് കാണുമ്പോൾ അവളുടെ ബർത്ത്ഡേ ആണോ അതോ അനിയൻ്റെ ബർത്ത്ഡേ ആണോ എന്ന് ഡൗട്ടാണല്ലേ. ഞാനൊരു പീസ് എടുക്കട്ടെ. ഉമ്മക്കാണ്ട് ഇത് ഇതൊന്നും അറിഞ്ഞോളെ അമ്മച്ചി കൊടുക്കുന്നു. നമുക്ക് എടുത്തിട്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ പോലെ. അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയ ഫുഡ് വന്ന് നോക്കുകയാണ് കേട്ടോ. നല്ല ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ഇത് അഫ്ഗാനി ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അത് ഉമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ ഇതാ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങളെല്ലാവരും കൂടി കഴിക്കട്ടെ. ടേസ്റ്റ് ഒക്കെ കേട്ടോ. അപ്പോൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ക്ഷീണത്തിലിരിക്കുകയാണ് കേട്ടോ. ഫുഡ് നല്ലോണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.